ഹലോ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ കൊച്ചിയിലെ 41ാമത്തെ ഫ്ലവർ ഷോ ആണ്. ഇത് കണ്ടോ, ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇവിടുത്തെ വിശേഷങ്ങളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തരാൻ പോകുന്നത്. പൂക്കൾ ഇഷ്ടപ്പെടുന്നവർക്കും വളർത്താൻ ഇഷ്ടമുള്ളവർക്കും പൂക്കളെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും പറ്റിയൊരു വീഡിയോയാണിത്. പോവാം വീഡിയോയിലേക്ക്. കുട്ടികളുടെ ടിക്കറ്റ് ചാർജ് 50 രൂപയും അഡൽട്ടിൻ്റെ ടിക്കറ്റ് ചാർജ് 100 രൂപയാണ്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. പൈസ കൊടുത്താലും കുഴപ്പമില്ല, ലാഭം തന്നെയാണ്. ഈ ഫ്ലവർ ഷോ കാണാൻ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആൾക്കാർക്ക് പൂക്കൾ എത്ര ഇഷ്ടമാണെന്ന്. ഇത് കണ്ടോ, പല പല നാട്ടിൽ നിന്നായിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ ഈ ഫ്ലവർ ഷോ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒക്കെ ഒന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇവിടെ വരുന്നവർക്ക് ഇതേപോലുള്ള പോട്ടുകളും പിന്നെ ഒരുപാട് സ്കൾപ്ചേഴ്സും സ്റ്റാച്യൂസും ഒക്കെ കാണാൻ പറ്റുന്നതായിരിക്കും. ഇതിവിടെ കൊച്ചിയിൽ 1-ാം തീയതി വരെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ എല്ലാവരും മാക്സിമം വന്ന് കാണാൻ നോക്കുക. ഇതൊക്കെ കണ്ടിരിക്കേണ്ടതാണ്. എല്ലാ കുട്ടികൾക്കും ഇത് വളരെയധികം സന്തോഷമാകും, ഇവിടുത്തെ പൂക്കളും എല്ലാം കാണുമ്പോൾ. അപ്പോൾ ഒരു ദിവസം ഇങ്ങോട്ട് വന്ന് നോക്കുക, അടിപൊളിയാണ്. ഇവിടെ കണ്ടോ, എത്ര വലിയ പോട്ടുകളിലാണല്ലേ ഇതൊക്കെ ചെടികളൊക്കെ നട്ടു വെച്ചിരിക്കുന്നത്. ഇവിടെ വന്നാൽ നമ്മുടെ ഫ്ലാറ്റിലും വീടിലും ഒക്കെ എങ്ങനെ വെറൈറ്റി രീതികളിൽ ചെടി നടാമെന്നാണ് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു അറിവ് കിട്ടും. ഇവിടെ ഇരിക്കുന്നുണ്ട്, ഇതൊരു വലിയൊരു കാക്ടസാണ്. അതുമാത്രമല്ല ഒരുപാട് വെറൈറ്റീസും ഉണ്ട് കാക്ടസിൻ്റെ. നിങ്ങളൊന്ന് നോക്കിക്കേ, കണ്ടോ, നമുക്ക് പല ടൈപ്സിലുള്ള കാക്ടസാണ്. ഇത് കണ്ടോ, ഇവിടെ പൂക്കൾ കൊണ്ട് മഷ്റൂംസിനെ വരെ ഉണ്ടാക്കിയിരിക്കുകയാണ് ഇവർ. ഒരു തെങ്ങ് കട്ട് ചെയ്ത് വൈറ്റ് പെയിൻ്റ് അടിച്ച് അതിൽ മഷ്റൂമിൻ്റെ ടോപ്പ് ലെയർ പോലെ പൂക്കൾ പടർത്തിയെടുത്തിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് ഇല്ലേ ഇതൊക്കെ കാണാൻ. ഒരു കാര്യം അറിയോ, കഴിഞ്ഞ 41 വർഷങ്ങളായിട്ട് ഈ ഫ്ലവർ ഷോ ഇവിടെ നടക്കുന്നതാണ്. ഓർക്കിഡിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് ഓർക്കിഡ് വാൻഡ. അതിൻ്റെ അപ്പുറത്തായിട്ട് ഓർക്കിഡിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇപ്പുറത്തെ സൈഡിൽ ഓർക്കിഡ്സ് ഉണ്ട്. ഓർക്കിഡ് ഇഷ്ടപ്പെട്ടവർക്ക് വന്ന് കാണാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇത്. അടിപൊളിയായിട്ട് റോസ പൂത്ത് നിൽക്കുന്നത് നിങ്ങൾ കണ്ടോ. ഇത് നോക്ക്, നല്ല ഭംഗിയിൽ അടിപൊളിയായിട്ടാണ് ഇവർ ചെയ്തെടുത്തിരിക്കുന്നത്. പൂക്കളൊക്കെ ഭയങ്കര സൈസുകൾ ഇതാണ്. മുട്ടകൾക്ക് പോലും ഉണ്ട് നല്ല സൈസ്. പല ടൈപ്പിലും പല കളറിലുള്ള റോസാപ്പൂക്കൾ ഈ ഒരു ഏരിയയിലുണ്ട്. ഇവിടെ ഉള്ളത് ഫുള്ള് നമ്മുടെ അഡീനിയം പ്ലാന്റ്സ് ആണ് കേട്ടോ. എല്ലാത്തിലും പൂക്കളുണ്ട് കേട്ടോ, നല്ല ഭംഗി കണ്ടു. ഇത് നമ്മുടെ ബോൺസായി ആണ്. ഇവരിവിടെ ഗ്രാഫ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പല പല ഷേപ്പിലാണ് ഇവരോട് ബോൺസായി ചെയ്തിട്ടുള്ളത്. കണ്ടു, ഇത് കണ്ടു, ഈ ചെടിയുടെ ലീവ്സ് നിങ്ങൾ ശ്രദ്ധിച്ചോ, കാണാൻ നല്ല ഗ്രീൻ സോഫ്റ്റ് വെൽവെറ്റ് ക്ലോത്ത് കൊണ്ട് ഉണ്ടാക്കി വെച്ച ഇലകൾ പോലെയുണ്ട്. പക്ഷെ ഒറിജിനൽ ആണ് കേട്ടോ. ഇതാ അവിടെ നിന്ന് കണ്ടോ, അവിടെ നിന്നാണ് നമ്മുടെ എൻട്രൻസ്. അവിടെ നിന്ന് ആദ്യം തന്നെ ഒരു മുളക് കൊണ്ട് ഉണ്ടാക്കിയൊരു മയിലുണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങനെ റോഡ് പോലെയാണ് ഇവർ സെക്ഷൻ തിരിച്ച് റോഡ് പോലെ ഷീറ്റ് വിരിച്ചിട്ടാണ് നടക്കുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് സ്ഥലത്തു നിന്നും ഇവിടേക്ക് പൂക്കൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, പല പല രാജ്യങ്ങളിൽ നിന്നും ഇവിടേക്ക് പൂക്കൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ കാണുന്നുണ്ടോ, വിദേശിയും സ്വദേശിയായിട്ടുള്ള എത്ര പേരാണ് ഇത് കാണാൻ വന്നിരിക്കുന്നത്. ഇത് ജനുവരി 1 വരെ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് കാണാൻ വരാൻ പറ്റുന്നതായിരിക്കും. നമ്മുടെ നിലത്ത് നടാൻ പറ്റിയത് മാത്രമല്ല, അക്വേറിയം പ്ലാന്റ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇത് കണ്ടു, ഇവിടെ ഫിഷസിനെ ഇട്ട് അവർ കാണിച്ചു തരികയാണ് നമുക്ക് അതേപോലെയുള്ള പ്ലാന്റ്സ് അക്വേറിയത്തിൽ വെക്കാൻ പറ്റുമെന്ന്. ഇതുണ്ട്, ഒരു ട്രീ ഹൗസൊക്കെ അതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഉറപ്പായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ.